സ്വന്തം വീട്ടിലും തൊഴിലിടത്തും പൊതുസ്ഥലത്തും എന്തിനു പറയുന്നു ബസ്സിലും ട്രെയിനിലും പോലും പെൺകുട്ടികളും സ്ത്രീകളും സുരക്ഷിതരല്ലാത്ത കാലമാണിത്. എവിടെയും കഴുകൻ കണ്ണുകൾ, അവസരം കിട്ടിയാൽ പെണ്ണിനെ പിച്ചി ചീന്താൻ കാത്തിരിക്കുന്ന ചില മനുഷ്യ മൃഗങ്ങൾ. ഓരോ ദിവസങ്ങളിലും പുറത്തുവരുന്ന വാർത്തകൾ ആശങ്കപ്പെടുത്തുന്നതാണ്. കൊച്ചിയിൽ കാമുകനെ കത്തിമുനയിൽ നിർത്തി യുവതിയെ പീഡിപ്പിച്ച കേസിന് പിന്നാലെ തലസ്ഥാന നഗരത്തിലെ സ്പായിൽ നിന്ന് മറ്റൊരു പെൺകുട്ടിയുടെ നിലവിളി ശബ്ദം കേട്ടു. പുനലൂരിൽ ഓടുന്ന ട്രെയിനിൽ പീഡനത്തിനിരയായ ഒരു 6 വയസ്സുകാരിയും. ഭയം കൂടാതെ ഇവിടെ സ്ത്രീകൾക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? പെൺകുട്ടികൾക്കും യുവതികൾക്കുമെല്ലാം ആരാണ് സംരക്ഷണം ഒരുക്കേണ്ടത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഈ നാട്ടിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന സ്പാ സെൻ്ററുകൾ പെണ്ണിൻ്റെ മാനത്തിന് വില പറയുകയാണ്. സ്പാകളുടെ മറവിൽ അനാശാസ്യ പ്രവർത്തനവും ക്രോസ് മസാജിങ്ങും വഴിവിട്ട ഇടപാടുകളുമാണ് നടക്കുന്നത്. ഒട്ടേറെ പെൺകുട്ടികളുടെ ജീവിതം ഇവിടെ പിച്ചി ചീന്തപ്പെടുന്നുണ്ട്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് സ്പായിൽ ജോലിക്കായി എത്തിയ 23-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തെ അതീവ ഗൗരവത്തോടെ കാണണം. കേസിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിയും DYFI നേതാവുമായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്പാ നടത്തിപ്പുകാരുടെ ഒത്താശയോടെയാണ് ലൈംഗിക അതിക്രമം ഉണ്ടായതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കേസിൽ പിടിയിലായ മേനംകുളം സ്വദേശി റിബ്സൺ സ്പായിലെ നിത്യ സന്ദർശകനെന്നാണ് പോലീസ് നൽകുന്ന വിവരം. മെയ് 1-നായിരുന്നു യുവതിക്ക് നേരെയുള്ള അതിക്രമം. പാലക്കാട് സ്വദേശിയായ യുവതിയെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിന്റെ ജോലിക്കെന്ന് പറഞ്ഞാണ് വിളിച്ചു വരുത്തിയത്. സ്പായിൽ ജോലി ചെയ്യുന്ന ആലപ്പുഴ സ്വദേശിയായ സുഹൃത്താണ് യുവതിയെ ഇവിടെ എത്തിച്ചത്. സ്പായിലെത്തിയ യുവതിയെ ഇടപാടുകാരനായ ജിപ്സൺ കടന്നുപിടിച്ചു. രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഉപദ്രവിച്ചു. അവിടെ നിന്ന് രക്ഷപ്പെട്ട യുവതി അടുത്ത ബന്ധുവീട്ടിൽ അഭയം തേടി. ഭർത്താവിനെയും പോലീസിനെയും വിവരമറിയിച്ചു. DYFI മേഖലാ സെക്രട്ടറിയായ ജിപ്സൺ CPM ബ്രാഞ്ച് സെക്രട്ടറിയുമാണ്. സ്പായിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് പ്രതിയെ കണ്ടെത്തിയത്. സ്പാ നടത്തിപ്പുകാരായ 2 യുവതികളും കേസിൽ പ്രതികളാണ്. ഇതിലൊരാൾ റിമാൻഡിലായി. മറ്റേ പ്രതിയും ഉടൻ അറസ്റ്റാകുമെന്ന് പോലീസ് അറിയിച്ചു. നേരത്തെ തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റ് മുൻവശമുള്ള സ്പായിലും ജോലി തേടി വന്ന യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അവർ മേയർ VV രാജേഷിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് നഗരസഭയും പോലീസും പരിശോധന നടത്തി സ്പാ പൂട്ടി പ്രതിയെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം നഗരത്തിലെ അനധികൃത സ്പാകൾക്കെതിരെ നടപടി ശക്തമാക്കുമെന്ന് നഗരസഭ പറഞ്ഞിരുന്നു. എന്നാൽ നടപടികൾ 2 ദിവസത്തെ പരിശോധനയിൽ ഒതുങ്ങി. സ്റ്റാച്യുവിൽ നഗരസഭ പൂട്ടിച്ച സ്പായുടെ ഉടമ BJP നേതാവായിരുന്നു. ഇതാണ് നടപടികൾ നിലയ്ക്കാൻ കാരണമെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. രാത്രി സമയങ്ങളിലെ ട്രെയിൻ യാത്രകൾ പല സ്ത്രീകൾക്കും ഭീതിപ്പെടുത്തുന്ന ഓർമ്മകളാണ്. പ്രത്യേകിച്ച് തനിച്ച് യാത്ര ചെയ്യുമ്പോൾ ഇരുട്ടിൻ്റെ മറവിൽ പല അതിക്രമങ്ങളും തുറിച്ചുനോട്ടങ്ങളും നേരിട്ടവരുണ്ട്. എന്നാൽ കൊച്ചുകുട്ടികളെപ്പോലും വേട്ടയാടുന്ന ചില മനുഷ്യ മൃഗങ്ങളെയും സൂക്ഷിക്കണം. കൊല്ലം പുനലൂരിൽ ട്രെയിൻ യാത്രയ്ക്കിടെ ഒരു പെൺകുട്ടിക്ക് നേരിട്ട ദുരനുഭവം ഒറ്റപ്പെട്ട സംഭവമല്ല. മുത്തശ്ശനോടൊപ്പം ഉറങ്ങിക്കിടന്ന 6 വയസ്സുകാരിയെ മറ്റൊരു യാത്രക്കാരൻ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. കേസിൽ കൊല്ലം വടക്കേവിള സ്വദേശി സാനിഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിന് ദൃക്സാക്ഷിയായ മറ്റൊരു യാത്രക്കാരൻ്റെ ഇടപെടലാണ് പ്രതിക്ക് കുരുക്കായത്. തമിഴ്നാട്ടിൽ നിന്നും മുത്തശ്ശനൊപ്പം കേരളത്തിൽ തീർത്ഥാടനത്തിനായി എത്തിയതാണ് 6 വയസ്സുകാരി. പാലരുവി എക്സ്പ്രസിൽ മടങ്ങിപ്പോകുന്നതിനിടെയാണ് ക്രൂരമായ പീഡനം നടന്നത്. കമ്പാർട്ട്മെന്റിലുണ്ടായിരുന്ന മറ്റൊരു യാത്രക്കാരൻ തെളിവിനായി വീഡിയോ ചിത്രീകരിച്ചത് നിർണായകമായി. കൊല്ലം മയത്തിൽ 40 വയസ്സുള്ള സാനിഷാണ് പോലീസ് പിടിയിലായത്. ഇവർ തെങ്കാശിയിൽ നിന്ന് കേരളത്തിലേക്ക് എടത്തുവ പള്ളിയിലേക്ക് തീർത്ഥാടന യാത്രയ്ക്ക് വന്നതാണ്. തുടർന്ന് തിരിച്ച് തിരുവല്ലയിൽ നിന്ന് തെങ്കാശിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. പാലരുവി എക്സ്പ്രസിലായിരുന്നു. വെളുപ്പിന് 1:30-ക്കായിരുന്നു ഈ സംഭവം നടക്കുന്നത്. കുട്ടി ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു.
ജനറൽ കമ്പാർട്ട്മെന്റിൽ നിലത്ത് ഉറങ്ങിക്കിടക്കായിരുന്നു. അപ്പൂപ്പന്റെ കൂടെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഇയാൾ ആംഗിൾ തൊട്ടടുത്ത് വന്ന് എടുത്തിട്ട് അയാളുടെ സീറ്റിലേക്ക് പോവുകയും ഈ കുട്ടിയെ ക്രൂരമായ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുകയും ചെയ്തു. ഇത് തൊട്ടടുത്ത സീറ്റിൽ യാത്ര ചെയ്തിരുന്ന ഒരു സ്ത്രീ കണ്ടു. അവർ അത് ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പാലരുവി എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ മുത്തശ്ശനൊപ്പം യാത്ര ചെയ്തിരുന്ന കുട്ടി പ്ലാറ്റ്ഫോമിൽ കിടന്ന് ഉറങ്ങുന്നതിനിടെയാണ് ഉറക്കത്തിൽ എടുത്തുകൊണ്ടുപോയി അതിക്രൂരമായി പീഡിപ്പിച്ചത്. സംഭവത്തിന് ദൃക്സാക്ഷിയായ യാത്രക്കാരൻ പ്രതി രക്ഷപ്പെടാതെ തന്ത്രപൂർവ്വം ഇടപെട്ട് പോലീസിൽ വിവരം നൽകിയതാണ് പ്രതിയെ പിടികൂടാൻ നിർണായകമായത്. പുനലൂർ റെയിൽവേ പോലീസ് SHO PK പ്രദീപ്, ഉദ്യോഗസ്ഥരായ പ്രേംകുമാർ, കണ്ണൻ, ധനീഷ്, രതീഷ്, മുഹമ്മദ് ഷാഫി എന്നിവരാണ് പ്രതിയെ പിടികൂടാൻ നേതൃത്വം നൽകിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊച്ചി നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും നിരവധി ആളൊഴിഞ്ഞ കെട്ടിടങ്ങളുണ്ട്. രാത്രിയിൽ മാത്രമല്ല, പകൽ സമയങ്ങളിൽ പോലും അവിടെ പോകാൻ അല്പം പേടിക്കണം. കാരണം സാമൂഹ്യ വിരുദ്ധരുടെയും ലഹരി മാഫിയുടെയും വിഹാര കേന്ദ്രങ്ങളാണിത്. ഇങ്ങനെയൊരു ആളൊഴിഞ്ഞ ബഹുനില കെട്ടിടത്തിൽ വെച്ചാണ് MBA-കാരിയായ യുവതിയെ ലൈംഗിക പീഡനത്തിനിരയായത്. കാമുകന്റെ കഴുത്തിൽ കത്തിവെച്ച് യുവതിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിന് പിന്നാലെ പോലീസ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ഒഴിഞ്ഞുകിടക്കുന്നതും ഉപേക്ഷിക്കപ്പെട്ടതുമായ നഗരത്തിലെ കെട്ടിടങ്ങൾ കണ്ടെത്തി നിരീക്ഷണത്തിലാക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ന്യൂസ് 18 പറഞ്ഞു. ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങളിൽ നിരീക്ഷണ ക്യാമറകളും സെക്യൂരിറ്റി സംവിധാനവും നടപ്പാക്കാനാണ് തീരുമാനം. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി കൊച്ചി സൗത്ത് റെയിൽവേ സ്റ്റേഷന് പിന്നിലായി വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുന്ന ബ്ലൂ മൊണ്ടേ ഹോട്ടലിന്റെ 10ാം നിലയിൽ വെച്ച് MBA ബിരുദധാരിയായ പെൺകുട്ടിക്ക് നേരെ ബലാത്സംഗ ശ്രമമുണ്ടായ സാഹചര്യത്തിലാണ് പോലീസ് നടപടി. കൊച്ചിയിലെ നൈറ്റ് ലൈഫ് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താനുള്ള നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ വ്യക്തമാക്കി. ഇതിനായി കൊച്ചിയിലെ ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടങ്ങൾ കണ്ടെത്തുകയാണ് ആദ്യപടി. ഇത്തരം കാടുപിടിച്ചു കിടക്കുന്ന ചുറ്റുപാടുകളുള്ള കെട്ടിടങ്ങളാണ് സാമൂഹ്യവിരുദ്ധരേറെയും താവളങ്ങളാക്കുന്നത്. അത്തരമിടങ്ങൾ കണ്ടെത്തി കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുമെന്നും കമ്മീഷണർ ന്യൂസ് 18 പറഞ്ഞു. പോലീസ് ഭാഗത്ത് നിന്ന് എന്താ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ഒളിഞ്ഞ സ്ഥലങ്ങളൊക്കെ 2-3 ദിവസമായിട്ട് നമുക്ക് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെ ഇങ്ങനെ പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ ഒളിഞ്ഞ സ്ഥലങ്ങൾ കൊണ്ടുവന്നിട്ട് അത് ഫസ്റ്റ് നമുക്ക് ടേക്കപ്പ് ചെയ്ത് ബന്ധപ്പെട്ട ഓണേഴ്സോടാണ്. എന്തെങ്കിലും സെക്യൂരിറ്റി ഇട്, അല്ലെങ്കിൽ CCTV ഇടണം, അല്ലെങ്കിൽ അവിടെ റെസ്ട്രിക്ഷൻ ചെയ്യാനാണ്. ഇതാണ് ഫസ്റ്റ്. അങ്ങനെ ഇല്ലാതെ ഇങ്ങനെ ഡിസ്പ്യൂട്ട് ഘട്ടത്തിലുള്ള സ്ഥലത്തിൽ നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം. ഇതിങ്ങനെ ഡിസ്പ്യൂട്ട് ആയ നോമാൻസ് ലാൻഡ് ആയിപ്പോയി. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പബ്ലിക് പ്ലേസിംഗിൽ നമുക്ക് ലൈറ്റും ബാക്കി കാര്യങ്ങൾ വെച്ചിട്ട് ഇംപ്രൂവ് ചെയ്യാം. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇപ്പം നമുക്ക് പോലീസുടെ റെഗുലറായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇടയ്ക്ക് കയറി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പം കറന്റ് ആയിട്ടുള്ള അപ്രോച്ച്. അതാണ്. അതായത് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പോലീസ് പരിധിയിൽ വരാത്ത സ്ഥലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തിയിട്ട് പിന്നെ അതുകൊണ്ട് ബന്ധപ്പെട്ട ഓണേഴ്സോട് ചോദിച്ചിട്ട് പിന്നെ ഒരു സെക്യൂരിറ്റിയുടെ ഇല്ലെങ്കിൽ മറ്റേ CCTV മറ്റേ ഇത് ഉണ്ടാക്കണം. അല്ലാതെ പോലീസ് റെഗുലറായിട്ട് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് റെഗുലറായിട്ട് കയറി നോക്കിയാൽ ഇങ്ങനെയുള്ള ആൾക്കാർ കിടക്കാനുള്ളത് ക്ലിയർ ആകും. നിരീക്ഷണ ക്യാമറകളും സെക്യൂരിറ്റി സംവിധാനവും ഒരുക്കും. പോലീസ് എല്ലാ കെട്ടിടങ്ങളും ഇടയ്ക്കിടെ പരിശോധനകൾ നടത്തും. കെട്ടിടത്തിന്റെ ഉടമകളുമായി സംസാരിച്ച് സുരക്ഷാ സംവിധാനങ്ങൾ കൈക്കൊള്ളാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുമെന്നും കാളിരാജ് മഹേഷ് കുമാർ വ്യക്തമാക്കി. മാത്രമല്ല, ലഹരി സംഘങ്ങളുടെ താവളം കൂടിയാവുകയാണ് ഇത്തരം ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അടിയന്തര നടപടികൾ കൈക്കൊള്ളാനാണ് പോലീസ് തീരുമാനം. ന്യൂസ് 18 കൊച്ചി. നമ്മുടെ പെൺകുട്ടികളെ ഉന്നത വിദ്യാഭ്യാസത്തിനായി അയൽ സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും പറഞ്ഞയക്കുന്ന മാതാപിതാക്കളുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങളുടെ കുട്ടികളെ കാത്തവിടെ ലഹരി മാഫിയകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാകും. കൊല്ലം സ്വദേശി അദ്വൈത റേഡിയോളജി പഠനത്തിനായി ബംഗളൂരുവിലെത്തിയതാണ്. അവിടെ വെച്ചാണ് അവൾ കണ്ണൂർ പറശ്ശിനിക്കടവ് സ്വദേശി മുഹമ്മദ് സിജാഖുമായി പരിചയപ്പെടുന്നത്. പിന്നീട് സൗഹൃദവും പ്രണയവുമായി. സിജാഖ് എന്ന ചെറുപ്പക്കാരൻ ബംഗളൂരുവിൽ നിന്നും കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനിയാണ്. പലപ്പോഴും
കാമുകിയെയും കൂടെ കൂട്ടിയായിരുന്നു ലഹരിക്കടത്ത്. കൊല്ലം ശാസ്താംകോട്ടയിൽ നിന്ന് MDMAയുമായി ഇരുവരും പിടിയിലായതോടെയാണ് ഈ ലഹരിക്കടത്തിൻ്റെ കഥകൾ പുറത്തുവന്നത്. കൊല്ലം സ്വദേശിനി അദ്വൈതയും കണ്ണൂർ സ്വദേശി മുഹമ്മദ് സിജാഹും ദീർഘനാളായി പ്രണയത്തിലാണ്. റേഡിയോളജി പഠനത്തിനായി ബംഗളൂരുവിലെത്തിയപ്പോഴാണ് അദ്വൈത സിജാഹിനെ പരിചയപ്പെടുന്നത്. പിന്നീട് ഇവർ ലഹരി ഇടപാടുകളിലേക്ക് കടന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി. ഇവർ ബംഗളൂരുവിൽ വ്യാജ പേരിൽ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് താമസിച്ചു വരികയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ബംഗളൂരുവിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇരുവരും പിടിയിലായത്. വർഷങ്ങളായി കേരളത്തിലേക്ക് ലഹരിമരുന്ന് കടത്തിയിരുന്ന സംഘത്തിലെ പ്രധാനികളാണ് ഇവരും. അറസ്റ്റിലായ മുഹമ്മദ് സിജാഹ് മുൻപും നിരവധി ലഹരി കേസുകളിൽ പ്രതിയാണ്. അമരവിളയിൽ 75 ഗ്രാം MDMA പിടികൂടിയ കേസിലും കണ്ണൂർ, ഇരിട്ടി എന്നിവിടങ്ങളിലെ എക്സൈസ് കേസുകളിലും ഇയാൾക്ക് പങ്കുണ്ടെന്ന് പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ കൊല്ലത്ത് നിന്നും പിടികൂടിയ MDMA കേസാണ് പ്രതികളിലേക്കെത്താൻ വഴിയൊരുക്കിയത്. കൊല്ലം. കൊച്ചി കേന്ദ്രീകരിച്ച് മെഡിക്കൽ ടൂറിസത്തിന്റെ മറവിൽ നടക്കുന്ന അവയവക്കടത്തിന് പിന്നിൽ രാജ്യാന്തര ദേശീയ റാക്കറ്റുകളാണോ? വ്യാജരേഖ ചമച്ച അവയവക്കടത്ത് നടത്തിയ കേസിൽ ഒളിവിലുള്ള മുഖ്യപ്രതി നജീബിന്റെ വിദേശ ബന്ധങ്ങൾ തേടിയാണ് പോലീസിന്റെ അന്വേഷണം. കേസിൽ അന്വേഷണം ശക്തമാക്കിയ പോലീസ് പ്രത്യേക സംഘത്തിന് ഉടൻ രൂപം നൽകും. മുഖ്യപ്രതി നജീബിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്. വ്യാജരേഖ ചമച്ച് അവയവദാനം നടത്തിയ കേസിൽ നജീബിന്റെ ഭാര്യ റഷീദയെ കുന്നത്തുനാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ചെറിയ ഏജന്റുമാരടക്കം വൻകിടക്കാർ വരെ അവയവദാനത്തിന്റെ മറവിൽ നടന്ന കച്ചവടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസിന് നിലവിൽ ലഭിച്ചിട്ടുള്ള സൂചന. ആശുപത്രികളും ഡോക്ടർമാരും അടക്കമുള്ളവർ ഇതിൽ പങ്കാളികളായിട്ടുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ്. നിയമാനുസൃത അവയവദാനമാണെന്ന് വരുത്തി തീർക്കാൻ MPമാരും MLAമാരും ഉൾപ്പെടുന്ന ജനപ്രതിനിധികളുടെയും സർക്കാർ ഉദ്യോഗസ്ഥരുടെയും വ്യാജ ലെറ്റർ പാഡുകൾ നിർമ്മിച്ചിരുന്നതായി അറസ്റ്റിലായവർ സമ്മതിച്ചിട്ടുണ്ട്. കേസിൽ അറസ്റ്റിലായ 5 പേരും വ്യാജരേഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് പിടിയിലായത്. കുന്നത്തുനാട് സ്വദേശി സണ്ണി വർഗീസ്, ഭാര്യ സിനി വർഗീസ്, സനോജ്, കൊല്ലം സ്വദേശികളായ ശ്രീജ, സുധീർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മുഖ്യപ്രതി കാസർഗോഡ് സ്വദേശിയായ നജീബിനായി ലുക്കൌട്ട് നോട്ടീസ് പോലീസ് പുറത്തിറക്കി. ഇയാൾ രാജ്യം വിട്ടുപോകാൻ സാധ്യതയുള്ളതിനാലാണ് സർക്കുലർ. നജീബിന്റെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇയാളുടെ ഭാര്യ റഷീദ കേസിലെ 4ാം പ്രതിയും ആരിഫ് എന്നയാൾ 5ാം പ്രതിയുമാണ്. അവയവദാനത്തിനായി മെഡിക്കൽ ടൂറിസം കമ്പനിയുടെ മറവിലാണ് അവയവദാന തട്ടിപ്പ് നടന്നിരുന്നത്. അവയവ കൈമാറ്റമടക്കം കമ്പനി വാഗ്ദാനം ചെയ്തിരുന്നതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതര സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. ന്യൂസ് 18 കൊച്ചി. സാമ്പത്തിക ബാധ്യതകൾ മനുഷ്യരെ പലപ്പോഴും കടുത്ത തീരുമാനങ്ങളിലേക്ക് തള്ളിവിടാറുണ്ടല്ലേ? ചിലർ സ്വന്തം ശരീരാവയവങ്ങൾ വരെ വിൽക്കാൻ തയ്യാറാകുന്ന സാഹചര്യം. എന്നാൽ ആ നിസ്സഹായത മുതലെടുക്കുന്ന ചില തട്ടിപ്പ് സംഘങ്ങളും നാട്ടിൽ സജീവമാകുന്നുണ്ട്. പലരും സ്വന്തം അവയവം ദാനം ചെയ്യുന്നത് തയ്യാറാകുന്നത് പണത്തിനു വേണ്ടിയാണ്. അതിനായി വ്യാജരേഖകൾ ചമച്ചാണ് മാഫിയ സംഘങ്ങൾ ഇടപാടുകൾ നടത്തുന്നത്. കൊച്ചിയിൽ അവയവക്കടത്ത് ശൃംഖലയിലെ കണ്ണികൾ പിടിയിലായതോടെ മറ്റു ജില്ലകളിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. കൊല്ലത്ത് അവയവദാനത്തിന്റെ മറവിൽ വ്യാജരേഖകൾ ചമച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിൽ പിടിയിലായ പ്രതികൾക്ക് ഈ റാക്കറ്റുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്.
കണ്ണൂരിൽ അവയവദാനത്തിന്റെ മറവിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ സംഘത്തിലെ 2 പേരാണ് പോലീസിന്റെ പിടിയിലായത്. വ്യാജരേഖകൾ നിർമ്മിച്ച് നിയമവിരുദ്ധ അവയവദാന ഇടപാടുകൾ നടത്തിയെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് കൊല്ലം സിറ്റി പോലീസിന്റെ പരിശോധന. കല്ലന്താഴം, വലിയമാടം, കളരിക്കിഴക്കതിൽ വീട്ടിൽ ശ്രീജയും പട്ടത്താനം ലത്തീഫ് മൻസിലിൽ നിന്നും വടക്കേവിള ദർശന നഗറിൽ വാടകയ്ക്ക് താമസിക്കുന്ന സുധീറുമാണ് അറസ്റ്റിലായത്. പ്രതികളുടെ നിർദ്ദേശപ്രകാരം സാമ്പത്തിക ലാഭത്തിനായി അവയവം ദാനം ചെയ്ത യുവാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് സ്വദേശി മുഹമ്മദ് നജീബിനെ സമാന കേസിൽ നേരത്തെ എറണാകുളം പോലീസ് പിടികൂടിയിരുന്നു. ഇയാളുടെ ഏജന്റുമാരായി പ്രവർത്തിച്ചവരാണ് ഇപ്പോൾ അറസ്റ്റിലായ ശ്രീജയും സുധീറുമെന്ന് പോലീസ് വ്യക്തമാക്കി. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ഹേമലതയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിന് കൊല്ലം ACP രാജേഷ് ടിയാറും കിളികൊല്ലൂർ ഇൻസ്പെക്ടർ ജയപ്രകാശും നേതൃത്വം നൽകി. ASI ദിലീപ് രാജ്, ACPOമാരായ രാജഗോപാൽ, അംബു, CPOമാരായ ജീനാമോൾ, ബിനിൽ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കൊല്ലം. ഇടുക്കി നെടുങ്കണ്ടം ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി സജി ഒരു കൊടും കുറ്റവാളിയാണോ? ഇയാൾ തന്നെയാണോ പിതാവ് മാത്യുവിനെയും കൊലപ്പെടുത്തിയത്? പ്രതിയുടെ മൊഴികളിലെ വൈരുദ്ധ്യം പോലീസിനെ കുഴപ്പിക്കുകയാണ്. മാത്യുവിൻ്റെ തിരോധാനത്തിൽ ദുരൂഹത അഴിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. എന്നാൽ സജിയുടെ പുരയിടത്തിൽ മണ്ണുകുഴിച്ച് 2ാം ദിനത്തിൽ നടത്തിയ തിരച്ചിലിലും തെളിവുകളൊന്നും കണ്ടെത്താനായിട്ടില്ല. ലഭിച്ച അസ്ഥികഷ്ണങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. അമ്മ മേരിക്കുട്ടിയെയും സഹോദരൻ റജിയെയും കൊലപ്പെടുത്തി സജി കുഴിച്ചുമൂടിയ പ്രദേശത്താണ് 2ാം ദിനവും പോലീസ് പരിശോധന നടത്തിയത്. വീടിന്റെ പിൻഭാഗത്ത് സംശയം തോന്നിയ വിവിധ സ്ഥലങ്ങളിൽ JCB ഉപയോഗിച്ച് കുഴിയെടുത്തായിരുന്നു പരിശോധന. ദിനത്തിലെ പരിശോധനയിൽ എല്ലിൻ കഷ്ണവും വസ്ത്രാവശിഷ്ടങ്ങളും ലഭിച്ചിരുന്നു. എല്ലിൻ കഷ്ണം മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ എന്ന് തിരിച്ചറിയുന്നതിനായി ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. മൃഗത്തിന്റേതാണെന്നാണ് പ്രാഥമിക നിഗമനം. പ്രതി മൊഴി മാറ്റി പറയുന്നത് അന്വേഷണ സംഘത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. പ്രതിയുടെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനാൽ പിന്നീട് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി തുടരന്വേഷണം നടത്തും. 2018 മാർച്ച് 3-നാണ് സജിയുടെ പിതാവ് മാത്യുവിനെ കാണാതാവുന്നത്. മകളുടെ ചികിത്സാവശ്യത്തിനായി കട്ടപ്പനയ്ക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങിയത്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തിരികെ എത്താതെ വന്നതോടെ മകൻ റജി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് അന്വേഷിച്ചെങ്കിലും വ്യക്തമായ തെളിവുകൾ ലഭിക്കാതെ വന്നതോടെ അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നു. മാത്യു ബസ്സിൽ കയറി പോകുന്നത് നാട്ടുകാർ കണ്ടിരുന്നു. ഞാൻ പണിക്ക് പോകാനായിട്ട് കയറിയപ്പം ഞാൻ ഇവിടുന്ന് ബസ്സിനാണ് കയറി പോകുന്നത്. അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് കയറി വന്നപ്പോഴത്തേക്കും സമയം പോയി. വണ്ടി ഞാൻ കടന്നു പോവുകയും പുള്ളി ഇവിടുന്ന് ഇറങ്ങി വന്നിട്ട് എത്ര മണിക്കായിരുന്നു? അത് 7:30 വണ്ടിക്കായിരുന്നു തോന്നുന്നു. രാവിലെ ഞാൻ രാവിലെയാണല്ലോ പണിക്ക് പോകുന്നത്. എന്നാലും പണിക്ക് പോയപ്പോൾ പുള്ളി ഷർട്ടിൻ്റെ ഒരു കൈ വിട്ട് കൂടി വന്ന് വണ്ടിയെ കയറുന്ന കണ്ടു. അതെ പിന്നെ കണ്ടിട്ടില്ല. ധൃതി പിടിച്ച് ഷർട്ട് ഇട്ടുകൊണ്ട് വരുന്ന വഴിയല്ലേ, ഇട്ടുകൊണ്ട് ഓടി ഇറങ്ങി വന്ന് വണ്ടി കയറി പോകുക. ഇപ്പം 8 വർഷമായി. എന്നാ വെച്ചാൽ ഇവിടെയുള്ള അയൽവക്കാരുമായിട്ട് വലിയ സഹകരണമില്ലാതെ അവർ ജീവിക്കുക. അപ്പോൾ പിന്നെ അതേപ്പറ്റി നമുക്കൊന്നും പറയാനില്ല. ഇരട്ടക്കൊലപാതകത്തിന്റെ വിവരം പുറംലോകം അറിഞ്ഞതോടെയാണ് 8 വർഷങ്ങൾക്ക് ശേഷം മാത്യുവിന്റെ തിരോധാനത്തിലും സംശയം വർദ്ധിച്ചത്. പോലീസിന്റെ അന്വേഷണം തൃപ്തികരമെന്ന് മാത്യുവിന്റെ മകൾ സിനി പറഞ്ഞു. ഇല്ലെന്നല്ലേ ഇവര് പറയുന്നേ. അവന് പറഞ്ഞാലും നോക്കിയെടുത്തൊന്നും ഇല്ല. അപ്പൊ പിന്നെ ഇല്ലാത്തൊരു കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. സജി പറഞ്ഞ അനുസരിച്ചാണ് പോലീസ് അന്വേഷണം. അതെ, പോലീസിന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു സഹകരണം നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം നമ്മുടെ എല്ലാ സംശയങ്ങളും അവര് തീർത്തിരുന്നുണ്ട്. നമുക്ക് അതിൽ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളും അന്ന് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ നല്ല അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി. നോക്കുന്നു. എന്തെങ്കിലും കിട്ടിയാലും നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഇത്രയും നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ലല്ലോ. അവരെക്കാണ് മാക്സിമം അവർ നോക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട് പോലീസുകാർ. നമുക്കതന്നെ ഏറ്റവും വലിയൊരു ഇതല്ലേ, നല്ലൊരു സഹകരണം വരും. ഞങ്ങളെ ആ സംശയം അവർ വിരിയിച്ചു.
അമ്മ മേരിക്കുട്ടിയെയും സഹോദരൻ റജിയെയും കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി സിനി നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരുടെയും മൃതദേഹം വീടിന് സമീപം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ഏപ്രിൽ 4-നാണ് ഇരുവരെയും സജി കൊലപ്പെടുത്തിയത്. മൃതദേഹങ്ങൾ 2 ദിവസം ഗ്രീൻ നെറ്റിൽ പൊതിഞ്ഞു സൂക്ഷിച്ച ശേഷം പിന്നീട് കുഴിച്ചിടുകയായിരുന്നു. ആഴ്ചകൾക്ക് ശേഷം ഇരുവരെയും കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി സിനി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വീട്ടിലെത്തുന്നതുവരെ പ്രതി വീട്ടിൽ തന്നെ തുടരുകയായിരുന്നു. ന്യൂസ് 18 ഇടുക്കി. കണ്ണൂർ നഗരത്തിൽ എല്ലാ ദിവസവും രാത്രി പോലീസ് പട്രോളിംഗ് നടത്തുന്നത് പതിവാണ്. എന്നാൽ കഴിഞ്ഞ രാത്രി അസാധാരണമായൊരു കാഴ്ച കണ്ടു. യൂണിഫോമിലല്ലാതെ ഒരാൾ പോലീസ് ജീപ്പിൽ. കാഴ്ചയിൽ പോലീസുകാരൻ്റെ ലുക്കൊന്നുമില്ല. അതോടെ നാട്ടുകാർക്ക് സംശയം. ആളെ ചോദ്യം ചെയ്തപ്പോഴാണ് മനസ്സിലായത് കക്ഷി ഒരു കള്ളനാണെന്ന്. കണ്ണൂർ സൈബർ സെല്ലിൻ്റെ ജീപ്പ് മോഷ്ടിച്ചുള്ള വരവാണ്. പോലീസിനെ വിവരം അറിയിച്ചതോടെ പ്രതിയെ പൊക്കി. തൃശൂർ തൊഴിയൂർ സ്വദേശി ഹംസത്താണ് അറസ്റ്റിലായത്. കണ്ണൂർ സൈബർ സെല്ലിന്റെ ജീപ്പ് രാത്രി 12:45 മോഷണം പോയത്. SN പാർക്ക് റോഡിനടുത്ത് പോലീസ് ജീപ്പ് കണ്ട് സംശയം തോന്നിയ നാട്ടുകാർ വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്നയാളെ ചോദ്യം ചെയ്യുകയായിരുന്നു. പിന്നാലെയാണ് വാഹനം മോഷ്ടിച്ചതാണെന്ന് ഇയാൾ സമ്മതിച്ചത്. കണ്ടാൽ പോലീസാണെന്ന് തോന്നാത്തതുകൊണ്ടാണ് ഇയാളോട് വിവരങ്ങൾ അന്വേഷിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. അവർ വന്ന് കള്ളനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കണ്ണൂർ ജില്ലാ പോലീസിന്റെ വലിയ കോമ്പൗണ്ടിനകത്താണ് സൈബർ സെല്ലിന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കിടന്ന ജീപ്പാണ് മോഷണം പോയത്. ജീപ്പിന്റെ താക്കോൽ ഹോൾഡറിൽ തന്നെ ഉണ്ടായിരുന്നു. DIGയുടെ ഓഫീസ്, CAയുടെ ഓഫീസ്, പോലീസിന്റെ സഭാ ഹാൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്ന പോലീസിന്റെ കോമ്പൗണ്ടിൽ നിന്നാണ് ജീപ്പ് മോഷണം പോയത്. ടൗൺ പോലീസ് സ്റ്റേഷൻ, കമ്മീഷണർ ഓഫീസ് എന്നിവയെല്ലാം ഇതിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ന്യൂസ് 18 കണ്ണൂർ. മോഷണവും തട്ടിപ്പും നടത്താൻ പല വേഷങ്ങളും കിട്ടുന്നവരുണ്ട്. വയനാട് അമ്പലവയലിൽ ഉസ്താദിന്റെ വേഷത്തിൽ പള്ളിയിൽ കയറിയാണ് കള്ളൻ മോഷണം നടത്തിയത്. മഞ്ഞപ്പാറ ജുമാ മസ്ജിദിൽ നിന്ന് 1,60,000 രൂപ മോഷ്ടിച്ച കേസിൽ നടത്തിയ അന്വേഷണത്തിലാണ് കള്ളന് പിടിവീണത്. കോഴിക്കോട് ബേപ്പൂർ സ്വദേശി ശംസുദ്ദീൻ സ്ഥിരം മോഷ്ടാവെന്നാണ് വിവരം. പള്ളികളിൽ മോഷണം നടത്തുന്നതാണ് ഇയാളുടെ രീതിയെന്ന് പോലീസ് പറയുന്നു. മഞ്ഞപ്പാറ ടൗണിലുള്ള പള്ളിയിലാണ് ബുധനാഴ്ച പുലർച്ചെ 2ഓടെ മോഷണം നടന്നത്. ഓഫീസ് മുറിയുടെ പൂട്ട് അറുത്തുമാറ്റി കള്ളൻ മുറിക്കുള്ളിൽ കയറുകയായിരുന്നു. 2 മേശകളിലായി സൂക്ഷിച്ചിരുന്ന പണമാണ് കവർന്നത്. മോഷണത്തിനു ശേഷം പുറത്തിറങ്ങി മറ്റൊരു താഴുപയോഗിച്ച് മുറി പൂട്ടി. താക്കോൽ സമീപത്ത് തന്നെ വെച്ച ശേഷം സ്ഥലം വിട്ടു. രാവിലെ പള്ളിയിലെത്തിയ സെക്രട്ടറി അലവിയാണ് മോഷണം നടന്നത് മനസ്സിലാക്കിയത്. ഉടൻ അമ്പലവയൽ പോലീസിൽ വിവരമറിയിച്ചു. പരിസരത്തെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചപ്പോഴാണ് ഉസ്താദിന്റെ വേഷത്തിലെത്തിയ ഒരാൾ പള്ളി പരിസരത്തേക്ക് കയറുന്നത് കണ്ടത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ പ്രതി ഷംസുദ്ദീനെ പോലീസ് പിടികൂടുകയായിരുന്നു. പോലീസ് ഇൻസ്പെക്ടർ ഫായിസ് അലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പള്ളികളിൽ മോഷണം നടത്തുന്നത് ഇയാളുടെ പതിവാണെന്നും മുമ്പും ഇത്തരം കേസുകളിൽ പിടിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഇൻസ്പെക്ടർ പറഞ്ഞു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 വയനാട്.
സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് പുറത്തിറങ്ങി നടക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരെയും ആക്രമിച്ച് സ്വർണം തട്ടിയെടുക്കാൻ വലിയ സംഘങ്ങൾ നാട്ടിലിറങ്ങിയിട്ടുണ്ട്. മലപ്പുറം വെങ്ങാട് കള്ളു ഷാപ്പിലെത്തിയ യുവാക്കൾ ഷാപ്പുടമയെ ആക്രമിച്ച് സ്വർണ്ണമാലയും മൊബൈലും കവർന്ന ഒരു സംഭവത്തെക്കുറിച്ച് കേട്ടു. 8 പവൻ മാലയും മൊബൈൽ ഫോണുമാണ് മോഷ്ടിച്ചത്. 2 മണിക്കൂറോളം ഷാപ്പിൽ ചിലവഴിച്ച് ആസൂത്രിതമായാണ് സംഘം കവർച്ച നടത്തിയത്. കൊളത്തൂർ വെങ്ങാടുള്ള കള്ളുഷാപ്പിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12നും 12:30ക്കും ഇടയിലാണ് മോഷണം നടന്നത്. സ്കൂട്ടറിലെത്തിയ 2 യുവാക്കളാണ് ഭക്ഷണം കഴിക്കാനെന്ന വ്യാജേന 2 മണിക്കൂറോളം ഷാപ്പിൽ ചിലവഴിച്ച ശേഷം ആസൂത്രിതമായി കവർച്ച നടത്തിയത്. ഷാപ്പുടമ ദാമോദരന്റെ കഴുത്തിലുണ്ടായിരുന്ന 8 പവൻ തൂക്കം വരുന്ന ഒരു സ്വർണമാലയും മേശപ്പുറത്തുണ്ടായിരുന്ന ഇയാളുടെ മൊബൈൽ ഫോണും മോഷ്ടിച്ച് യുവാക്കൾ സ്ഥലം വിടുകയായിരുന്നു. ഷാപ്പിലെ ദാമോദരന്റെ സഹായി വേണുവിനെ അടുക്കളയിൽ പൂട്ടിയിട്ട ശേഷമായിരുന്നു ആസൂത്രിത കവർച്ച നടന്നത്. രാവിലെ 10:30 ശേഷമാണ് 2 പേർ സ്കൂട്ടറിൽ ഷാപ്പിലെത്തിയത്. ഇവർ ഇവിടെ ഇരിക്കുന്നതിനിടെ ഇന്നോവ കാറിലും 2 പേരെത്തി. ആദ്യം പരസ്പരം പരിചയമില്ലാത്തവരെ പോലെ നടിച്ച സംഘം പിന്നീട് പലപ്പോഴും ആശയവിനിമയം നടത്തിയിരുന്നു. പണമടയ്ക്കാൻ സമയം ഓരോ ബുൾസയും ഓംലെറ്റും കൂടി വേണമെന്ന് ആവശ്യപ്പെട്ട് വേണുവിനെ അടുക്കളയിലേക്ക് പറഞ്ഞയച്ച ശേഷം അടുക്കളവാതിൽ പൂട്ടി. ഇത് ചോദിക്കുന്നതിനിടെ സ്കൂട്ടറിലെത്തിയ 2 പേരും ചേർന്ന് ദാമോദരന്റെ കൈകൾ പിടിച്ചുവെച്ച് മാല പൊട്ടിച്ച് മൊബൈൽ ഫോണും എടുത്ത് സ്ഥലം വിടുകയായിരുന്നു. ഞാൻ ചോദിച്ചു എന്തെങ്കിലും പിടിക്കുന്നതിന്റെ ഉദ്ദേശം മനസ്സിലായില്ലല്ലോ, പറയൂ എന്ന് പറഞ്ഞു. അതിനോട് കൂടെ അങ്ങോട്ട് വലത്തെ കൈ കുറഞ്ഞിട്ട് പിന്നെ എന്റെ ഷർട്ടിന്റെ കോളറിനോട് പിടിച്ചു. കോളറിൽ പിടിച്ചതോട് കൂടെ തന്നെ എന്റെ കഴുത്തിലുള്ള ചെയിനുമേ പിടിച്ചത്. അതിനോട് കൂടെ എന്നെ അടുത്തേക്ക് കൊണ്ട് പെട്ടെന്ന് അറിയാതെ ഒറ്റ തള്ളലവൻ. അതിൽ ചെയിന് അവന്റെ കയ്യിരിക്കാണ്ട് പോയി, തലയുടെ മേലെ ഊരിയാണ്ട് പോയി. അങ്ങനെ ചെയിനായിട്ട് അവനാണ്ട് ഇറങ്ങി. ഇങ്ങോട്ട് കൂടെ ഞാൻ മറ്റവനെ തുറക്കാൻ വേണ്ടി വാതിൻ്റെ ഇരിക്കാൻ ചെന്നപ്പോഴേക്കും മറ്റോ ചെയ്യാൻ വണ്ടി എന്നിട്ട് മേശമേ എൻ്റെ ഫോൺ ഇരുന്നായിരുന്നു. ആ ഫോൺ എടുത്തിട്ട് അവനെ ഇറങ്ങി. അങ്ങനെ അവർ ഇറങ്ങി ഓടിയപ്പോൾ പിന്നാലെ ഞങ്ങൾ വന്നപ്പോഴേക്ക് അവർ സ്കൂട്ടിയുമ്പോൾ വേഗം പോയി. അങ്ങനെ ഞാൻ താഴത്ത് ഇറങ്ങി വന്ന് എൻ്റെ വണ്ടി എടുത്ത് വിട്ടിട്ട് നോക്കുമ്പോൾ അങ്ങാടി ചെന്നോക്കുമ്പോൾ ഒരു മനുഷ്യനോട് വെള്ളിയാഴ്ച ദിവസമല്ലേ അങ്ങാടിയൊക്കെ ഫുള്ള് ബന്ധായി കിടക്കുകയാണ്. ഇന്നോവയിൽ വന്ന ആൾക്കാരെ മുമ്പ് ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അന്ന് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ നിൽക്കണ മറ്റേ കണ്ടു. അത് 8 പവൻ, ഏകദേശം 8 പവൻ. 7ന്റെ മുകളിലുണ്ട്. 8ലേക്ക് ദേശം കമ്മി വരുമെന്ന് വെച്ചാൽ 8 ഉണ്ട്. ആക്രമണത്തിൽ ഷാപ്പുടമ ദാമോദരനും സഹായി വേണുവിനും നിസ്സാര പരുക്കേറ്റു. സംഭവത്തിൽ കൊളത്തൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതികളെ കണ്ടെത്താനാണ് ശ്രമം. ബൈക്കിൽ രക്ഷപ്പെട്ട പ്രതികൾ ഏത് ദിശയിലേക്ക് പോയതെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 തിരൂർ. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ പലയിടത്തും വ്യാപക അക്രമ സംഭവങ്ങളാണ് ഉണ്ടായത്. വിജയാഘോഷത്തിനിടെ എതിരാളികളുടെ വാഹനങ്ങളും ഫ്ലെക്സുകളും തല്ലി തകർത്ത കേസുകൾ വരെ റിപ്പോർട്ട് ചെയ്തു. പാലക്കാട് പട്ടാമ്പിയിൽ LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മുഹ്സിന്റെ വിജയാഹ്ലാദ റാലിക്കിടെ വാഹനം തകർത്തായി പരാതി. വിളത്തൂർ സ്വദേശി സുഹൈലിന്റെ വാഹനത്തിന്റെ സൈഡ് വിൻഡോയാണ് തകർത്തത്. LDF പ്രവർത്തകരാണ് സംഭവത്തിന് പിന്നിലെന്നും നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് സുഹൈൽ പോലീസിൽ പരാതി നൽകി. പട്ടാമ്പിയിലെ LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മുഹ്സിന്റെ വിജയാഘോഷത്തിന്റെ ഭാഗമായി തിരുവേഗപ്പുറ പഞ്ചായത്തിലെ വിളത്തൂരിൽ LDF സംഘടിപ്പിച്ച പ്രകടനത്തിനിടെയാണ് സംഭവം. മുസ്ലിം ലീഗ് തിരുവേഗപ്പുറ പഞ്ചായത്ത് കമ്മിറ്റി കൗൺസിലറുടെ വാഹനത്തിന്റെ സൈഡ് വിൻഡോ നശിപ്പിച്ചെന്നാണ് പരാതി. വിളത്തൂർ സ്വദേശി തച്ചോടിയിൽ സുഹൈലിന്റെ താർ വാഹനത്തിന്റെ സൈഡ് വിൻഡോയാണ് LDF പ്രവർത്തകർ തകർത്തതായി ആരോപിക്കുന്നത്. വിജയാഹ്ലാദ റാലി കടന്നുപോകുന്ന വിളത്തൂർ ഹെൽത്ത് സെന്ററിന്റെ സമീപത്തായിരുന്നു പാർക്ക് ചെയ്തിരുന്നത്. LDF റാലി കടന്നുപോയതിനു ശേഷമാണ് വാഹനത്തിന് പരിക്ക് സംഭവിച്ചതെന്നും റാലിക്ക് ശേഷം വാഹനത്തിന്റെ സമീപത്ത് കല്ലുകൾ കിടന്നിരുന്നതായും വാഹന ഉടമ സുഹൈൽ പറഞ്ഞു. വാഹനം ഇന്നലെ ഞാൻ ഈ ജാഥയുടെ ഒരു 5 മിനിറ്റ് മുമ്പാണ് അവിടെ കൊണ്ടുവന്നത്. അത് നിയമപാലകര് പിന്നെ CCTV ഒക്കെ പരിശോധിച്ചറിയാം. ഇതെന്താ വെച്ചാൽ 5 മിനിറ്റ് ആയിട്ടുള്ളൂ അവിടെ വണ്ടി നിർത്തിയിട്ട്. അവരാ ഈ റാലിയിൽ നമ്മൾ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വീഡിയോ ഞങ്ങൾക്ക് കണ്ടറിയാം.
നമ്മൾ പരിചയമില്ലാത്ത 2-3 ആളുകൾ അതിലുണ്ട്. അവർ മുഖം മൊത്തത്തിൽ ചുറ്റി കെട്ടിയിട്ടുണ്ട്. അത് CCTVനെ പേടിച്ചിട്ടാവാം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അല്ലെങ്കിൽ നമ്മളെ നാട്ടുകാരാണ് നമുക്കറിയാം, പക്ഷെ നമ്മളെ നാട്ടുകാരെ ചെയ്യൂല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇത് നിയന്ത്രിക്കേണ്ട ഇവിടുത്തെ CPM ആയിരുന്നു. ഒരു ജാഥ നടക്കുമ്പോൾ അതിൻ്റെ ഫുള്ള് ഉത്തരവാദിത്വം ആ പാർട്ടിക്കാണ്, ഏത് പാർട്ടിയാണ്. അപ്പോൾ അത്രക്ക് ഈ മുഖം മൂടിയിട്ട് 2-3-4 ആൾ അതിലുണ്ടായിരുന്നു. അത് ഇവിടുത്തെ CPM-കാരനെ കണ്ടെത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിവിധ മതരാഷ്ട്രീയ സംഘടനകളുടെ പരിപാടികൾ നടക്കാറുള്ള വിളത്തൂരിൽ ഇങ്ങനെയൊരു സംഭവം ആദ്യമായാണെന്നും നാടിന്റെ സമാധാനാന്തരീക്ഷത്തിന് ഭംഗം വരുത്തിയ പ്രവൃത്തിയാണിതെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു. സംഭവത്തിൽ സുഹൈൽ കൊപ്പം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. ജില്ലാ കളക്ടറുടെയും പോലീസ് സൂപ്രണ്ടിൻ്റെയും ഒക്കെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് നമുക്കൊരു ഫ്രണ്ട് റിക്വസ്റ്റ് വന്നാൽ എന്തായിരിക്കും സ്ഥിതി? ഇനി അവർ നിങ്ങൾക്ക് നേരിട്ട് മെസ്സേജ് അയച്ചാലോ? സ്വാഭാവികമായും വലിയ അത്ഭുതം തോന്നുമല്ലേ? ഒരുപക്ഷെ നാളെ നിങ്ങളുടെ മെസ്സേജ് ബോക്സിൽ കളക്ടറുടെ സന്ദേശം വന്നാൽ അത്ഭുതപ്പെടാൻ വരട്ടെ. സോഷ്യൽ മീഡിയയിൽ പല വ്യാജന്മാരും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. കൊല്ലം ജില്ലാ കളക്ടറുടെ പേരിലുള്ള വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി പണം തട്ടാൻ ശ്രമിച്ച ഒരു സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. വ്യാജ കച്ചവട ഇടപാടുകളുടെ വിവരങ്ങൾ നൽകി പണം കവരാനാണ് ശ്രമമുണ്ടായത്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇതുപോലുള്ള സന്ദേശങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ കൈമാറാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ചതിക്കപ്പെട്ടാൽ ഉടൻ തന്നെ പോലീസിനെയോ സൈബർ സെല്ലിനെയോ ബന്ധപ്പെടണം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.